മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന വാഗ്ദാനം ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട SIT അന്വേഷിക്കണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. SIT അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർ ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. കായിക വകുപ്പ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഗൗരവമുള്ളതായതിനാൽ വകുപ്പ് തല അന്വേഷണത്തിൽ ഒതുങ്ങില്ല എന്നും സൂചനയുണ്ട്. മെസ്സി വിവാദം സംബന്ധിച്ച് എന്താണ് അത് പരിഗണന കിട്ടിയിട്ടുണ്ട്. അതൊരു തീരുമാനം സർക്കാർ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കും. എപ്പോഴാണ് ഉണ്ടാവുക സാർ? അത് ഉടനെ തന്നെ ഉണ്ടാവും, താമസിക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നുകൊണ്ട്. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി അപർണ, ഏതായാലും ഈ ഒരു മെസ്സി വിവാദത്തിൽ എന്തായാലും വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഈ ഒരു അന്വേഷണം ഒതുങ്ങില്ല എന്നതാണ് ഇപ്പോൾ എന്തായാലും ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട SIT തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കണമെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന പേരിൽ നടന്ന കള്ളക്കടത്തിൽ സമഗ്ര അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് സർക്കാർ. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട SIT സംഘം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ അത് ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഉത്തരവുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. കാരണം SIT നൽകിയ റിപ്പോർട്ട്, ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. ഇതിപ്പോൾ GST കമ്മീഷണറുടെ പക്കലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉള്ളത്. അതിന് മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ടതുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമായി പഠിച്ചതിന് ശേഷമായിരിക്കും മുന്നോട്ട് എത്തരത്തിലുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് കടക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. എന്നാലും വിജിലൻസ് തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഉണ്ടാവുക. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു സംഘം ഈ അന്വേഷണം നടത്താനാണ് സാധ്യത. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിലടക്കം ഗൗരവമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് സാധ്യത. മുൻ കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ അടക്കം അവരുടെ പങ്ക് അടക്കം ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുന്നതായിരിക്കും. സ്പോൺസർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്പോൺസർഷിപ്പ് നൽകിയത്, ഏത് കരാറിന്റെ വ്യവസ്ഥയിലാണ് എന്ന കാര്യത്തിലടക്കം ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകും. പ്രാഥമികമായി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന 4 ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം ഈ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് തന്നെ ആകാം സർക്കാർ കടക്കാൻ സാധ്യത. ദീപ്തി, ശരി, അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.